ശ്രീജിത്ത് പണിക്കർ, നോക്കൂ, മൗനാനുവാദം കൊടുത്തു എന്നതാണ് തന്ത്രിക്ക് മേലുള്ള പ്രധാന കുറ്റമായി പറയുന്നത്. മൗനാനുവാദത്തിനും ആചാര ലംഘനത്തിനും ഏത് നിയമപ്രകാരമാണ് വരാം. ശ്രീജിത്ത് പണിക്കർ, മൗനാനുവാദം ശരി, നേരത്തെ ശ്രീ അനിൽ വിളയിൽ പറഞ്ഞതുപോലെ തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അതവിടെ നിൽക്കട്ടെ. ഈ ധൃതി പിടിച്ചുള്ള അറസ്റ്റ് എന്തിനായിരുന്നു എന്നൊരു ചോദ്യം അവിടെയുണ്ട്. തന്ത്രിക്ക് മുന്നേ അകത്തു പോകേണ്ടവർ ഇപ്പോഴും സുരക്ഷിതരായി പുറത്തുണ്ടല്ലോ. അതായത് ഈ അന്വേഷണത്തിൽ, ഈ പോക്കിൽ സംശയങ്ങളാണോ ബാക്കിയാകുന്നത്, ദുരൂഹതയോ? ശ്രീ കൃഷ്ണരാജ്, ഇത് കുറേയധികം ചോദ്യങ്ങളാണ് അവശേഷിപ്പിക്കുന്നത്. കാരണം തന്ത്രി ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റം എന്താണെന്ന് ഒരു വരിയിൽ പറഞ്ഞാൽ, റിമാൻഡ് റിപ്പോർട്ടിലും അറസ്റ്റ് റിപ്പോർട്ടിലും പറയുന്നതനുസരിച്ച് തന്ത്രി കണ്ഠർ രാജീവര് കട്ടിളപ്പാളികളും അനുബന്ധ പാളികളും ആചാരലംഘനം നടത്തി ശബരിമലയിൽ നിന്നും കൊണ്ടുപോകുന്നതിന് ഒന്നാം പ്രതിക്ക് ഒത്താശ ചെയ്ത് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും തദ്വാര തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടമുണ്ടാക്കുകയും പ്രതികൾക്ക് അന്യായ ലാഭമുണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓരോ കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാമത് പറയുന്നത് ആചാരലംഘനം നടത്തിയെന്നാണ്. എന്താണ് ഇവിടുത്തെ ആചാരലംഘനം? ഈ കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഭഗവാന്റെ അനുജ്ഞ അത് നേടിയെടുത്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതാണ് SIT പറയുന്നത്. അത് പ്രൊസീജറലായിട്ടുള്ള, പൂർണ്ണമായിട്ടും ആചാരസംബന്ധിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതല്ലാതെ ദേവസ്വം ബോർഡിന്റെ ഫയൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല. അപ്പോൾ അങ്ങനെ ആചാരപരമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ ആ ആചാരപരമായിട്ടുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടെന്ന് തന്നെ കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് BNSലയോ IPCയിലോ ഏതെങ്കിലും സെക്ഷൻ ചുമത്താൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ സംശയം എനിക്കുണ്ട്. കാരണം അതൊരു ആചാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അനുജ്ഞ എന്ന് പറയുന്നത് ആചാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഒരു ദേവതയ്ക്ക് പൂജയുടെ ഭാഗമായിട്ട് ആരതി ഒഴിയുന്നതിന് 4 പ്രാവശ്യം ഒഴിയണമെങ്കിൽ 3 തവണയെ ഒഴിഞ്ഞുള്ളൂ എങ്കിൽ തന്ത്രിക്ക് 3 തവണയെ ഒഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് ആചാരലംഘനമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ആചാരലംഘനം നടത്തി എന്നത് മാത്രമല്ല, തനിക്ക് അറിവുള്ള കാര്യം, അതായത് തന്നോട് അനുജ്ഞ വാങ്ങാതെ അല്ലെങ്കിൽ ഭഗവാന്റെ അനുജ്ഞ വാങ്ങാതെ ഇതിനെ തൻ്റെ തന്നെ സാന്നിധ്യത്തിൽ അവിടെ നിന്ന് ഇളക്കിയെടുത്ത് കൊണ്ടുപോയി, എന്നിട്ട് ദീർഘകാലം അത് അവിടെ ഇല്ലായിരുന്നു, പിന്നീട് അത് തിരിച്ചു വന്നു. ആ സമയത്ത് അനുജ്ഞ വാങ്ങിയിട്ടില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം ദേവസ്വം ബോർഡിന് തന്നെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ദേവസ്വം ബോർഡാണ് ഇത് ഇളക്കുന്നത്, ദേവസ്വം ബോർഡാണ് പോറ്റിയെ കണ്ടുപിടിക്കുന്നത്, ദേവസ്വം ബോർഡാണ് ഈ സാധനം എല്ലാം പോറ്റിക്ക് കൊടുക്കുന്നത്, ദേവസ്വം ബോർഡ് തന്നെയാണ് ഇതെല്ലാം പോറ്റിയുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ഇതിനെ ചെന്നൈയിലേക്ക് അയക്കുന്നത്. ആ ദേവസ്വം ബോർഡിനോട് അദ്ദേഹം പരാതി പറയണം എന്നുള്ളതാണ് പറയുന്നത്. ശരി, അങ്ങനെ അദ്ദേഹം പരാതി പറയാനുള്ള എത്തിക്കലായിട്ടുള്ള ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെ കരുതിക്കോളൂ. ഞാൻ ചോദിക്കുന്നത്, വളരെ കൃത്യമായിട്ട് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ശബരിമല. അവിടെ ആചാരങ്ങളുടെ കസ്റ്റോഡിയൻ തന്ത്രിയും അവിടെയുള്ള ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും, സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും, ട്രാൻസാക്ഷണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡുമാണ്. അപ്പം ദേവസ്വം ബോർഡിന്റെ പവേഴ്സ് തന്ത്രി അസ്യൂം ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് തന്ത്രിയിൽ നിന്ന് അമിതമായിട്ട് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് തുല്യമാണോ അല്ലയോ എന്നുള്ളതാണ് ഒരുപക്ഷെ കോടതി ഇവിടെ തീർപ്പ് കൽപ്പിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെയുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ, അതിൻ്റെ കസ്റ്റഡി, അത് ആർക്ക് കൊടുക്കണം, എന്തിനു കൊടുക്കണം, എങ്ങനെ എടുക്കണം, ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ആ അധികാരം തന്ത്രിയുടെ അസ്യൂം ചെയ്യണമായിരുന്നു. ഒന്നാമത്തെ ചോദ്യം. 2, തൻ്റെ അനുജ്ഞ കൊടുത്തിട്ടില്ല, എന്നിട്ടും ഇതെടുത്ത് അവിടെ കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൽ ഇദ്ദേഹം പരാതിപ്പെടണം. ഞാൻ പറയുന്നത്, അവിടെ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ട് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അത് റിപ്പോർട്ട് ചെയ്യേണ്ടുന്നത് ദേവസ്വം വിജിലൻസിന്റെ പണിയാണോ തന്ത്രിയുടെ പണിയാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കിയാണ്. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ അധികാരികളുടെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പദവി, ദേവസ്വം വിജിലൻസിന്റെ അവരുടെ റോള്, ഈ കാര്യങ്ങളെ തന്ത്രി അസ്യൂം ചെയ്തിട്ട് ആചാര കാര്യങ്ങളിൽ മാത്രം അവിടെ ഒരു ഉത്തരവാദിത്തമുള്ള തന്ത്രി പെരുമാറണമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂഡ് പോയിന്റ്. ഞാൻ ചോദിക്കുന്നത്, തന്ത്രിക്ക് എത്തിക്കലായിട്ട് അങ്ങനെ ഒരു റൈറ്റ് ഉണ്ട് എന്ന് കരുതുക. അദ്ദേഹം അത് ചെയ്യണമായിരുന്നു, അദ്ദേഹം അത് ചെയ്തില്ല. പകരം അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഈ ആചാരലംഘനം നടത്തി ഇതെല്ലാം കൂടെ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്ത് മൗനാനുവാദം നൽകി എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ കട്ടള എവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവിടെ സന്നിഹിതനായിട്ട് അവിടെ നിന്ന് ഈ മഹസറിൽ ഒപ്പിട്ടയാളാണ് തന്ത്രി. അപ്പം എൻ്റെ വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യം, ഇദ്ദേഹം അനുജ്ഞ കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, അനുജ്ഞ അതിന് കൊടുക്കേണ്ടതല്ലായിരുന്നു എങ്കിൽ അദ്ദേഹം ഈ മഹസറിൽ ഒപ്പിടുമായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഇനി അദ്ദേഹം രേഖാമൂലം തന്നെ ആ മഹസർ അല്ലെങ്കിൽ രേഖാമൂലം തന്നെ അനുജ്ഞ കൊടുത്തു എന്ന് കരുതുക. അങ്ങനെ രേഖാമൂലം കൊടുത്താലും ഇതേ നടപടികളെടുത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ അത് മതിയായ കാരണമായിരുന്നില്ലേ? അപ്പോൾ SIT എന്ത് പറയുമായിരുന്നു?
ഈ കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കാനും പോറ്റിക്ക് ലാഭമുണ്ടാക്കാനും വേണ്ടി ദേവസ്വം ബോർഡും തന്ത്രിയും കൂടി ചേർന്ന് അനുജ്ഞയും കൊടുത്ത് ഇതെല്ലാം കൂടെ പോറ്റിക്ക് കൊടുക്കുമായിരുന്നു എന്ന് പറയും. എന്ന് വെച്ചാൽ അനുജ്ഞ കൊടുത്താലും ഇല്ലെങ്കിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇനി ഇത് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ അനുജ്ഞ ചോദിക്കുക എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. അനുജ്ഞ ദേവസ്വം ബോർഡ് രേഖാമൂലം ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ അനുജ്ഞ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് തന്ത്രിയിൽ നിന്ന് രേഖാമൂലം ഇത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ അനുജ്ഞ ദേവസ്വം ബോർഡ് ചോദിച്ചിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റി ഉണ്ടാകണം. നിലവിൽ അതിന് ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഒരുപക്ഷെ ഈ കേസിന്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇതെല്ലാം തന്ത്രിയുടെ കുറ്റമാണെന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. കാരണം നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് അയ്യപ്പനാണ് വലുത്, തന്ത്രിയല്ല. അതുകൊണ്ട് തന്ത്രി എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൊള്ളരുതായ്മ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായോ മറ്റേതെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്ത്രി ശിക്ഷിക്കപ്പെടണം, മാതൃകാപരമായിട്ട് തന്നെ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഭക്തസമൂഹത്തിന് ഒരു എതിരഭിപ്രായവുമില്ല. പക്ഷെ അപ്പോഴും ചോദിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ള ഏജൻസികളുടെ കൂടി അധികാരമെടുത്ത് ഇദ്ദേഹം ഇത് ചെയ്യണമായിരുന്നു, ചെയ്യാതിരിക്കുന്നത് മൗനാനുവാദം നൽകുന്നതാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ചോദ്യം, അനുജ്ഞ നൽകാതെയും പരാതിപ്പെടാതെയും പോറ്റിയുടെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശബരിമല തന്ത്രി മൗനാനുവാദം കൊടുത്തു എന്ന് SIT പറയുമ്പോൾ സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളി എന്നെഴുതിയ ഭരണസമിതിയിലെ മൂന്നാമനായിട്ടുള്ള ശങ്കർദാസ് അദ്ദേഹം കൊടുത്തിരുന്നത് മൗനാനുവാദമാണോ അതോ രേഖാമൂലമുള്ള അനുവാദമാണോ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് പറയൂ. ചോദിക്കാം. 2, ദേവസ്വം മാനുവലിനും ഹൈക്കോടതിയുടെ ഉത്തരവിനും വിരുദ്ധമായി സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് പുറത്തെത്തിക്കാനായിട്ടുള്ള തീരുമാനമെടുത്ത PS പ്രശാന്തും അദ്ദേഹത്തിന്റെ ഭരണസമിതിയും കൊടുത്തത് മൗനാനുവാദമാണോ രേഖാമൂലമുള്ള അനുവാദമാണോ എന്നുള്ള ചോദ്യം. ഈ 2 ചോദ്യങ്ങൾ പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നതിന്റെ കാരണം 2018 മുതൽ 2025 വരെ ശബരിമലയിൽ നടന്നിരിക്കുന്ന ഈ പാളികളുമായി ബന്ധപ്പെട്ട സെയിം പാറ്റേൺ, അതിനെക്കുറിച്ച് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു ഒബ്സർവേഷൻ ഉണ്ട്. അത് വളരെ പ്രധാനമാണ്. 2018 നടന്നിരിക്കുന്ന കൊള്ള 4.5 കിലോയുടെ പിൽഫറേജ്, അത് മറയ്ക്കുന്നതിന് വേണ്ടി, അതായത് കൺസീൽമെന്റ് ആണ്, ക്രിമിനൽ കുറ്റമാണ്, അത് മറയ്ക്കുന്നതിന് വേണ്ടി അതേ പാറ്റേൺ 2025 തുടർന്നു എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? PS പ്രശാന്ത് ഇരിക്കുന്ന സമയത്തും കൺസീൽമെന്റിന് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ മതിയായിട്ടുള്ള കാരണമാണ്. ഒപ്പം ഇതെല്ലാം തന്നെ വീണ്ടും കൊടുത്തിരിക്കുന്നത് 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ കുറെ സ്വർണം കൊണ്ടുപോയിരിക്കുന്നത് തിരിച്ചു പിടിക്കാനായിട്ട് ദേവസ്വം ബോർഡ് ശ്രമിച്ചിട്ടില്ല, അനധികൃതമായി സ്വർണം കൈവശം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഹൈക്കോടതിയാണ്. അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സാധനങ്ങളെല്ലാം അടപടല വിളക്കിയെടുത്ത് തലയിൽ വെച്ച് കൊടുക്കാനായിട്ട് PS പ്രശാന്തിന്റെ സമിതി അവിടെ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് രേഖാമൂലമുള്ള അനുവാദമാണ് എന്ന് മാത്രമേ കരുതാൻ കഴിയുള്ളൂ. മൗനാനുവാദമാണോ വലുത്, രേഖാമൂലമുള്ള ഈ 2 ആൾക്കാർ? മാത്രമല്ല 2025 ഈ PS പ്രശാന്ത് എഴുതിയൊരു കത്ത് സൂക്ഷ്മമായി വായിച്ചാൽ ഈ ശ്രീകോവിലിന്റെ മേൽക്കൂര ചോരുന്നു, അതിനിടയിലൂടെ പാർശ്വഭിത്തികളിലൂടെ വെള്ളം ഉള്ളിലേക്ക് കയറുന്നു, അതുകൊണ്ട് അത് ഇളക്കണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതും ദുരൂഹമാണെന്നാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ.